എടാ, ലച്ചു എവിടെ? ഞാൻ നോക്കിയിട്ട് വരാം, അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുൻപിലേക്ക് നടന്നു. കുറച്ചു മുന്നിലേക്ക് നടന്നതും ആശുപത്രിയിൽ ഒരു സൈഡിലായി വെച്ചിരിക്കുന്ന മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് കൈതൊഴുത് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ലച്ചുവിനെയാണ് അവൻ കണ്ടത്. അത് കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, അവൻ വിളിച്ചതും അവൾ എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കാശിയേട്ടാ, എൻ്റെ ദച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞതും അവൻ അവളുടെ നെറുകയിൽ തലോടി. ഒന്നുമില്ലടാ, നമ്മുടെ ലച്ചുവിനൊന്നും സംഭവിക്കില്ല, കരയണ്ടാട്ടോ. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. കാശിയേട്ടാ, അവൻ അവൻ എന്നെ ഉപദ്രവിക്കാനാ ആദ്യം വന്നത്. എൻ്റെ ദച്ചു അവളാ പറഞ്ഞത് എന്നെ ഒന്നും ചെയ്യരുതെന്ന്. പകരം അവളെ അവളെ അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ 2 കൈകൾ കൊണ്ടും അവളെ ഇറുക്കി പിടിച്ചു. എൻ്റെ ദച്ചു മരിച്ചു പോകുമോ കാശിയേട്ടാ? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. അവൾക്കൊന്നും സംഭവിക്കില്ല മോളെ. അവളുടെ ലച്ചുമ്മയെ വിട്ടിട്ട് അവൾക്കങ്ങനെ പോകാൻ പറ്റുമോ? കാശി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വാ, രുദ്രൻ അവിടെ ഒറ്റയ്ക്കാ, അവൻ പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചു നടന്നു. കാശി വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും തുളസി ഒഴിച്ച് ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും ഒറ്റയ്ക്കായതുകൊണ്ടും അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവരെ കൊണ്ടുവന്നിരുന്നില്ല. അവരോട് ദക്ഷിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് മാത്രം പറഞ്ഞു. ഇല്ലെങ്കിൽ അവരും വരാൻ വാശി പിടിക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. രുദ്ര മോനെ, എൻ്റെ മോള്, കല്യാണി രുദ്രൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആൻറ്റി കരയാതെ, അവൾക്കൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ, വിഷമിക്കാതെ, രുദ്രൻ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. എല്ലാവരും രുദ്രൻ്റെ ഷർട്ടിലേക്ക് നോക്കി. അവൻ്റെ ഷർട്ട് മുഴുവൻ രക്തക്കറയായിരുന്നു. അവൻ ദയനീയമായി എല്ലാവരെയും നോക്കി. കാശി, എന്താ സംഭവിച്ചത് മോൾക്ക്? രുദ്രൻ്റെ അച്ഛൻ ചോദിച്ചു. കാശി കോളേജിൽ നടന്നതെല്ലാം പറഞ്ഞു. മോനെ, എൻ്റെ മോള്, കല്യാണി പറഞ്ഞുകൊണ്ട് തലചുറ്റി വീണതും രുദ്രൻ അവരെ താങ്ങി പിടിച്ചു. കല്ലുമ്മേ, രുദ്രൻ വിളിച്ചതും പെട്ടെന്നൊരു സിസ്റ്റർ വന്നവരെ റൂമിലേക്ക് മാറ്റി. ഡോക്ടർ വന്ന് പരിശോധിച്ച് BP കൂടിയതാണെന്ന് പറഞ്ഞു. ശാരദ കല്യാണിയോടൊപ്പം നിന്നു. ICUവിന് മുൻപിൽ പോണമെന്ന് കല്യാണി വാശി പിടിച്ചെങ്കിലും ഇപ്പോൾ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ശാരദ അവരെ സമാധാനിപ്പിച്ചു നിർത്തി. ദേവനാരാ? ICUവിൽ നിന്നും ഇറങ്ങി വന്ന ഒരു നേഴ്സ് ചോദിച്ചു. ഞാനാ, രുദ്രൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ദക്ഷിണ അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ദേവേട്ട എന്നിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഒന്ന് വന്ന് സംസാരിക്കുമോ? നേഴ്സ് അവനെ നോക്കി പറഞ്ഞതും രുദ്രൻ കാശിയെ നോക്കി. അവൻ പൊയ്ക്കോളാൻ കണ്ണു കാണിച്ചു. അച്ഛന്മാർ 2 പേരും പരസ്പരം നോക്കി. എന്നും വഴക്കുമായി നടന്നവർ ഇപ്പോഴെന്താ ഇങ്ങനെയെന്ന് അവർക്ക് സംശയമായി. കാശി അവർക്ക് ചുരുക്കമായി രുദ്രനും ദച്ചുവിനും പരസ്പരമുള്ള ഇഷ്ടം പറഞ്ഞു കൊടുത്തതും അവർക്ക് ഒരു നിമിഷം സന്തോഷം തോന്നി. ദേവേട്ട, അവൾ അബോധാവസ്ഥയിൽ വിളിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ദക്ഷി മോളെ, കണ്ണു തുറക്ക്, നിന്റെ ദേവേട്ടനാ, അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ട, സോറി, ഞാൻ എന്നെ വേണ്ടെന്ന് വെക്കല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ദേവേട്ടനെ, അവൾ പറഞ്ഞതും രുദ്രൻ പൊട്ടിക്കരഞ്ഞു. സർ പ്ലീസ്, നേഴ്സ് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതും അവൻ കണ്ണുകൾ തുടച്ചു. ദക്ഷി, മോക്കൊന്നുമില്ല കേട്ടോ, ദേവേട്ടനും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, മോൾ ഉറങ്ങിക്കോ, പേടിക്കണ്ട കേട്ടോ, അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവളത് കേട്ടതുപോലെ പുഞ്ചിരിച്ചു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. സിസ്റ്റർ, എൻ്റെ ദക്ഷിക്ക് സർ, ഡോക്ടറിനെ ഒന്ന് പോയി കാണൂ, നേഴ്സ് പറഞ്ഞു. അവൻ കണ്ണുകൾ തുടച്ചിട്ടിറങ്ങി. രുദ്ര എങ്ങനെയുണ്ട്? അവൾ സംസാരിച്ചോ? രുദ്രേട്ട, എൻ്റെ ദച്ചു, ലച്ചു കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, കണ്ണു തുറന്നില്ല, പക്ഷെ സംസാരിച്ചു, അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. എല്ലാവർക്കും അതൊരു ആശ്വാസമായി തോന്നി. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം, രുദ്രൻ എല്ലാവരെയോടുമായി പറഞ്ഞു. ഞാനോടി വരാം രുദ്ര, കാശി പറഞ്ഞതും അവർ 2 പേരും ഡോക്ടറിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. രുദ്രനും കാശിയും ഡോക്ടറിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. കയറി വരൂ, അവർ പറഞ്ഞതും 2 പേരും അകത്തേക്ക് കയറി. ഞങ്ങൾ ദക്ഷിണയുടെ ഹസ്ബൻഡാണോ? അവൻ കാശിയോട് ചോദിച്ചു. ഞാൻ ബ്രദറാണ്, ഇതാ ഹസ്ബൻഡ്, കാശി രുദ്രനെ നോക്കി പറഞ്ഞു. ഓക്കെ, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നോ? കോളേജിൽ നിന്ന് കൊടുത്തോന്നറിയില്ല, ഞങ്ങൾ അവളെയും കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് ശ്രദ്ധിച്ചില്ല, ഞങ്ങളായിട്ട് കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഫാമിലിയായിട്ട് സംസാരിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ റൂൾ അനുസരിച്ച് ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ പോലീസിൽ അറിയിക്കണമെന്നാണ്. സോ നമ്മൾ ഇവിടുന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവർ വരും, നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി, ഡോക്ടർ അവരെ നോക്കി പറഞ്ഞു. ഓക്കെ ഡോക്ടർ. രുദ്രൻ എപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. ഡോക്ടർ അവനെ തന്നെ നോക്കി. രുദ്ര, കാശി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. ഡോക്ടർ, എൻ്റെ ദക്ഷിക്ക്, അവൻ സുബോധത്തിൽ വന്നതും അയാളോട് ചോദിച്ചു. വയറ്റിൽ ആഴത്തിലാണ് കുത്തേറ്റിരിക്കുന്നത്, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് എന്തേലും പറയാൻ പറ്റുള്ളൂ,
ബട്ട് പേടിക്കണ്ട, ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല. രുദ്രൻ ദയനീയമായി കാശിയെ നോക്കി. കാശി ഒന്നുമില്ല എന്ന് കണ്ണടച്ചു കാണിച്ചു. പേടിക്കണ്ടടോ, തന്നെപ്പോലെ ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവുള്ളപ്പോൾ ദക്ഷിണയ്ക്കൊന്നും സംഭവിക്കില്ല. അവർ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വേറെന്തെങ്കിലും പ്രശ്നം? വയറിനല്ലേ കുത്തേറ്റത്? രുദ്രൻ ആവലാതിയോട് ചോദിച്ചു. രുദ്രൻ്റെ പേടി എനിക്ക് മനസ്സിലായി. നമുക്ക് കുറച്ച് ടെസ്റ്റ് കൂടി ചെയ്തു നോക്കാം, എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ശരി ഡോക്ടർ, എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ. കാശി രുദ്രനും എഴുന്നേറ്റു. പിന്നെ ഇവിടെ അധികം ആരും നിൽക്കണമെന്നില്ല, 1-2 പേര് മാത്രം നിന്നാൽ മതി, ഡോക്ടർ അവരോട് പറഞ്ഞു. ശരി ഡോക്ടർ, അതും പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി. രുദ്ര, നീ വീട്ടിലേക്ക് ചെല്ല്. ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ചിട്ട് വാ. ഞാനിവിടെ ഇരിക്കാം. വേണ്ടടാ, എനിക്ക് പറ്റില്ല. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ? അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞാലോ? അപ്പോൾ ഞാനിവിടെ വേണ്ടേ? എടാ, ഷർട്ട് മുഴുവൻ ബ്ലഡല്ലേ, ഇതും ഇട്ടുകൊണ്ട് എത്ര നേരം നീ ഇരിക്കും? ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിവിടെ ഉണ്ടല്ലോ. ആരേലും 2 പേര് നിന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്? ഞാൻ നിൽക്കാം, നീ പോയിട്ട് വാ. ഇവരെയും കൊണ്ടുപോയിക്കോ, ചെല്ല്. കാശി അവനെ നിർബന്ധിച്ചു. കാശിയുടെ നിർബന്ധത്തിന് വഴങ്ങി രുദ്രൻ ലച്ചുവും അച്ഛന്മാരും അമ്മമാരുമായി വീട്ടിലേക്കിറങ്ങി. കല്യാണി വീട്ടിലേക്ക് പോകാൻ വിസമ്മതിച്ചെങ്കിലും എല്ലാവരുടെയും നിർബന്ധം കാരണം അവരും അവിടെ നിന്ന് ഇറങ്ങി. ലച്ചുവും രുദ്രനും ഒരു കാറിലും ബാക്കിയുള്ളവർ അവർ വന്ന കാറിലും കയറി. രുദ്രന് എങ്ങനെയും വീട്ടിലെത്തി ഡ്രസ്സ് മാറി തിരിച്ചു വരണമെന്നായിരുന്നു. രുദ്രൻ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കകം അവർ വീട്ടിലെത്തിയിരുന്നു. രുദ്രനെ മറ്റുള്ളവരെയും കാത്ത് മുത്തശ്ശനും മുത്തശ്ശിയും തുളസിയും നിൽപ്പുണ്ടായിരുന്നു. അവൻ ആരോടും ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി. പുറകെ വന്ന അമ്മമാരും അച്ഛന്മാരും അവരെ പറഞ്ഞ് മനസ്സിലാക്കി. രുദ്രനും ദച്ചുവിനും പരസ്പരമുള്ള ഇഷ്ടത്തെക്കുറിച്ചും അവർ പറഞ്ഞു. അവർക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. മുറിയിലേക്ക് വന്ന രുദ്രൻ കുറച്ചു നേരം കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്ന് സ്വയം നോക്കി. കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അവൻ ആകെ തളർന്നു പോയിരുന്നു. ഷർട്ട് മുഴുവനും അവളുടെ രക്തക്കറയായിരുന്നു. അത് കാണും തോറും സൂര്യ കൊല്ലാനുള്ള ദേഷ്യം അവന് തോന്നി. ദച്ചു പറഞ്ഞതും മറ്റുമായുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അതൊക്കെ ഓർക്കും തോറും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മനസ്സ് ശാന്തമാകുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് തന്നെ അലമാരിയിൽ നിന്നും ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ടുകൊണ്ട് അവൻ ഫ്രഷ് ആകാൻ കയറി. എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് ചെന്നാൽ മതിയെന്നായിരുന്നു അവന്. എങ്ങനെയോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൻ മൊബൈലും എടുത്ത് താഴേക്കിറങ്ങി. രുദ്ര, അവൻ ഇറങ്ങുന്നത് കണ്ട് ശാരദ വിളിച്ചു. അമ്മേ, ഞാൻ അവളുടെ അടുത്തേക്ക് പോകുക. മോനെ, കല്യാണി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു. വിഷമിക്കണ്ട ആൻറ്റി, അവളെ ഞാൻ നോക്കിക്കോളാം. അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, രുദ്രൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് കാറുമായി ഇറങ്ങി. 5 ദിവസത്തിന് ശേഷം ഇന്നാണ് ദച്ചുവിനെ റൂമിലേക്ക് മാറ്റുന്നത്. അവളെ റൂമിലേക്ക് മാറ്റുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശനെയും മുത്തശ്ശിയും അവരെ ദിവസങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ദച്ചുവിനെ റൂമിലേക്ക് മാറ്റിയതും അവൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എങ്ങനെയുണ്ട് മോളെ? മുത്തശ്ശൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല മുത്തശ്ശ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, കല്യാണി അവളെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. എനിക്കൊന്നുമില്ലമ്മേ, ചെറിയ വേദനയുണ്ട്, അത്രേ ഉള്ളൂ. കാശിയേട്ടനെവിടെ? രുദ്രനെയും കാശിയും കാണാഞ്ഞിട്ട് അവൾ അവരെ നോക്കി ചോദിച്ചു. രുദ്രൻ എവിടെയുണ്ടെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവക്കെന്തോ ആകെ ചളുപ്പ് തോന്നി. അവരെന്തോ ആവശ്യത്തിന് പോയതാ മോളെ, ഇപ്പം വരും, തുളസി അവളെ നോക്കി പറഞ്ഞു. ലച്ചു, കതകിനടുത്തായിട്ട് വിങ്ങി നിൽക്കുന്ന ലച്ചുവിനെ കണ്ടുകൊണ്ട് അവൾ വിളിച്ചു. ദച്ചു അവൾ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്ക് ഒന്നുമില്ലടി, കരയാതെ, അവൾ ഒരു കൈകൊണ്ട് ലച്ചുവിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരുപാട് പേടിച്ചു പോയടി, അവൾ ദച്ചുവിൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ദച്ചു പുഞ്ചിരിച്ചു. അവൾക്ക് രുദ്രനെ കാണണമെന്ന് തോന്നി. റൂമിലേക്ക് മാറ്റുമെന്ന് അറിഞ്ഞിട്ടും അവൻ നിൽക്കാതെ പോയത് ഓർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി. പഴയതുപോലെ തന്നോട് ദേഷ്യമായിരിക്കുമോ എന്നവൾ കരുതി. മെഡിസിൻ്റെ സെഡേഷൻ കൊണ്ട് അവൾ മയങ്ങിപ്പോയിരുന്നു. അപ്പോഴേക്കും രുദ്രനും കാശിയും എത്തിയിരുന്നു. എവിടെ പോയതാ രുദ്ര? അവനെ കണ്ട് മുത്തശ്ശി ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു, അതിൻ്റെ കാര്യത്തിന് പോയതാ. എന്നിട്ട് എന്തായി? ഞങ്ങൾ പരാതിയില്ലെന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? മോളോട് ഇത്രയും ചെയ്തിട്ടും നിങ്ങൾ എന്താ പരാതിയില്ലെന്ന് പറഞ്ഞത്? ശാരദ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു. ഓ, അവൻ കൊച്ചു പയ്യനല്ലേ അമ്മേ, രുദ്രൻ ലാഘവത്തോടെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മോളെ ഇങ്ങനെ ചെയ്തതി നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെന്നാണോ? രുദ്രൻ്റെ അച്ഛൻ ചോദിച്ചു. അച്ഛാ, അവനൊരു അബദ്ധം പറ്റിയതാ, പിന്നെ പ്രായത്തിൻ്റെ ഒരു ചോരത്തിളപ്പാണ് അവന്. ഇപ്പോൾ ഇവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രുദ്രൻ പറഞ്ഞതും പിന്നെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അവർ ഒന്നും തന്നെ പറയാൻ പോയില്ല. രുദ്രനും ദച്ചുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് സന്തോഷിച്ച അവർക്ക് പെട്ടെന്ന് രുദ്രൻ്റെ തീരുമാനം കേട്ടതും എന്തോ വിഷമം തോന്നി. ദച്ചുവിനെ രുദ്രനെയും കല്യാണിയെ ഏൽപ്പിച്ചിട്ട് അവരും ഇറങ്ങി. ലച്ചു കാശിയുടെ കൂടെ ബൈക്കിലും ബാക്കിയുള്ളവർ കാറിലുമായിട്ട് ഇറങ്ങി. കാശിയുടെയും രുദ്രൻ്റെയും തീരുമാനത്തോട് ലച്ചുവിന് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദച്ചുവിനോട് ഇത്രയും ചെയ്ത് സൂര്യയോട് എങ്ങനെ ക്ഷമിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നായിരുന്നു ലച്ചുവിൻ്റെ ചിന്ത മുഴുവൻ. അവൾക്ക് ദേഷ്യവും വിഷമവും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബൈക്കിലിരുന്ന് കാശിയോട് ഒന്നും സംസാരിക്കാൻ പോയില്ല. എന്നാൽ കണ്ണാടിയിൽ കൂടി ലച്ചുവിനെ നോക്കിക്കൊണ്ടിരുന്ന കാശിക്ക് അവളുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് നിറയുന്ന കണ്ണുകളും ദേഷ്യം കൊണ്ട് ചുവക്കുന്ന അവളുടെ മുഖവും എല്ലാം എന്തുകൊണ്ടാണെന്ന് കാശിക്ക് മനസ്സിലായി. ലച്ചുവിനെ വീടിന് മുൻപിൽ ഇറക്കിയതും ലച്ചു കാശിയെ നോക്കി ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ദേഷ്യമാണോ എന്നോട്? അവൻ ചോദിച്ചതും അവൾ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. നിനക്ക് തോന്നുന്നുണ്ടോ അവനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന്? അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അവളോട് ഇത്രയും ചെയ്ത അവനെ ഈ കാശിയും രുദ്രനും ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. എന്തൊക്കെയാണെങ്കിലും രുദ്രൻ്റെ പെണ്ണലെ ലച്ചു. അവളുടെ ദേഹത്ത് മറ്റൊരർത്ഥത്തോടെ തൊടാൻ പോയാൽ അവനെ രുദ്രൻ വെറുതെ വിടുവോ? അവളുടെ ചേട്ടനായി എനിക്ക് അവനെ വെറുതെ വിടാൻ പറ്റുമോ? എൻ്റെ പെങ്ങളെ അവൻ തൊട്ടത്. പോലീസും കോടതിയല്ല, ഈ കാശിയും രുദ്രനുമാണ് അവനുള്ള ശിക്ഷ വിധിക്കുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് കേസ് വേണ്ടെന്ന് വെച്ചത്. അവനെ ഞങ്ങൾക്ക് വേണം. കാശി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ദച്ചുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കാശി ഇത്രയും ദേഷ്യം കാണിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി. തനിക്ക് വേണ്ടിയല്ല എന്നൊരർത്ഥം കൂടി അതിനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. അവൻ അവളുടെ കയ്യിലുള്ള പിടി വിട്ടുകൊണ്ട് പറഞ്ഞതും അവനെ നോക്കാതെ അവൾ അകത്തേക്ക് കയറി. അവൾ കയറി പോകുന്നത് വരെ അവൻ അവിടെ നോക്കി നിന്നു. അവളുടെ മുഖത്തെ പരിഭവം കണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നിന്റെ മുഖത്തെ പരിഭവം അതെന്തിനാണെന്ന് എനിക്കറിയാം പെണ്ണെ. നീ എൻ്റെ പെണ്ണ, ഈ കാശിനാഥൻ്റെ മാത്രം ലക്ഷ്മി. ദച്ചു കണ്ണുകൾ ചിമ്മിത്തുറന്നു. തൻ്റെ അടുത്തായിരിക്കുന്ന അമ്മയെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. ഇപ്പം എങ്ങനെയുണ്ട് മോളെ? വേദന തോന്നുന്നുണ്ടോ? അവർ ആവലാതിയോട് ചോദിച്ചു. ചെറുതായിട്ടമ്മേ, കുഴപ്പമില്ല. മോക്ക് കഴിക്കാൻ തരട്ടെ? ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. ഇപ്പം വേണ്ടമ്മേ, വിശപ്പില്ല. എല്ലാവരും വീട്ടിൽ പോയോ? അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത്രയും നേരമായിട്ടും രുദ്രനെ ഒന്ന് കാണാൻ കഴിയാത്തതിൽ അവൾക്ക് വിഷമം തോന്നി. പോയി മോളെ, രുദ്രനുണ്ടായിരുന്നു. ചായ വാങ്ങാൻ പോയേക്കുക. ഇപ്പം വരും. അവൻ വന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ. എന്നിട്ട് രാത്രി ഞാൻ വരാം. അവൾ അതിനൊന്ന് മൂളി. കുറച്ചു കഴിഞ്ഞതും രുദ്രൻ ചായയുമായി അകത്തേക്ക് കയറി വന്നു. ദച്ചു രുദ്രനെ തന്നെ നോക്കി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ ക്ഷീണിച്ചതായി അവൾക്ക് തോന്നി. മുഖത്ത് ആ പഴയ പ്രസരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് കല്യാണിക്ക് നേരെ തിരിഞ്ഞു. ആൻറ്റി പോയിട്ട് വാ, ഞാനിരുന്നോളാം. അവക്ക് ചായ കൊടുക്കണ്ടേ മോനെ? ഞാൻ കൊടുത്തോളാം. കാശി ഇപ്പോൾ വരും. ആൻറ്റി താഴേക്ക് ഇറങ്ങിക്കോ. അവൻ പറഞ്ഞതും അവർ ദച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടിറങ്ങി. വാ, എഴുന്നേൽക്ക്, ചായ കുടിക്ക്. അവൻ അവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തലയണ എടുത്തു വെച്ചിട്ട് അവളെ കട്ടിലിൽ ചാരിയിരുത്തി. ഒരു കപ്പ് ചായ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ദേവേട്ടൻ കുടിക്കുന്നില്ലേ? അവളെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ നോക്കി അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ കുടിച്ചിട്ടാ വന്നത്. അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും തിരികെ പുഞ്ചിരിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? വേദന തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. കഴിക്കാൻ എന്തേലും വാങ്ങണോ? ബ്രെഡോ മറ്റോ? ഒന്നും വേണ്ട, ഇപ്പം വിശപ്പില്ല. അവൾ പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് വെക്കാൻ തുടങ്ങിയതും അവനത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. നീ കുറച്ചു നേരം കിടന്നോ, ഞാൻ പുറത്ത് കാണും. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് പോകാൻ നിന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. എൻ്റെ അടുത്തിരിക്കുമോ കുറച്ചു നേരം പ്ലീസ്? അവൾ നോക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. പെട്ടെന്ന് അവൻ പഴയ കാര്യങ്ങൾ ഓർത്തു. അവൾ തൻ്റെ പഴയ ദക്ഷിയായതുപോലെ അവന് തോന്നി. അവൻ അവളുടെ അടുത്തേക്കിരുന്നതും അവൾ കിടന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി. അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു. അവൻ കാണാതെ ഇരിക്കാൻ അവൾ നിറഞ്ഞ കണ്ണുകളെ ഒഴുക്കാൻ വിടാതെ കൺട്രോൾ ചെയ്തു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ കൈകളെ പതിയെ അയച്ചു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെണ്ണെ നീ എന്നെ. ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് തലോടി.